കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. അന്തരിച്ച CPMന്റെ അനിഷേധ്യ നേതാവും ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിക്ക് പകരം നിലവിലെ PBയിൽ നിന്നൊരാൾക്ക് താൽക്കാലിക ചുമതല നൽകാൻ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ തീരുമാനമുണ്ടാകുകയുള്ളൂവെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. അടുത്ത വർഷം ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിൽ 3 ടേം പൂർത്തിയാക്കി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിവാക്കാനിരിക്കെയാണ് സീതാറാം യെച്ചൂരിയുടെ ആകസ്മികമായ നിര്യാണം. പകരക്കാരനായി MA ബേബി, A വിജയരാഘവൻ എന്നിവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അടുത്ത PB യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിച്ചേക്കും. 17-അംഗ CPM PBയിൽ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മാണിക് സർക്കാർ എന്നിവർ 75 എന്ന പാർട്ടി പ്രായപരിധി കടന്നവരാണ്. അതേസമയം പശ്ചിമ ബംഗാളിൽ നിന്നുള്ള CITU നേതാവ് തപൻ സെൻ, ആന്ധ്രയിൽ നിന്നുള്ള BV രാഘവലു, കേരളത്തിൽ നിന്നുള്ള MA ബേബി എന്നിവരാണ് PBയിൽ നിലവിലുള്ളവരിൽ പ്രായപരിധി കടക്കാത്തവരിലെ മുതിർന്ന നേതാക്കൾ. ഇവരിൽ ബേബിക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. 40 വർഷം മുൻപ് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് പദവി MA ബേബി ഒഴിഞ്ഞപ്പോൾ പകരം ആ സ്ഥാനത്തേക്ക് വന്നത് സീതാറാം യെച്ചൂരി ആയിരുന്നു. ഇപ്പോൾ യെച്ചൂരി ചരിത്രത്തിലേക്ക് മായുമ്പോൾ CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബേബി വന്നുകൂടായികയില്ല. കേരള ഘടകത്തിന്റെ പിന്തുണ ഇതിൽ നിർണായകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, MV ഗോവിന്ദൻ, A വിജയരാഘവൻ എന്നിവരാണ് ബേബിയെ കൂടാതെ കേരളത്തിൽ നിന്നും PBയിലുള്ളത്. തപൻ സെൻ ട്രേഡ് യൂണിയൻ രംഗത്തായതിനാൽ സാധ്യത കുറവാണ്. പക്ഷേ മുതിർന്ന നേതാവെന്ന നിലയിൽ രാഘവലുവിനെ പരിഗണിച്ചേക്കാം. ബംഗാളിൽ നിന്നുള്ള നീലോൽപൽ ബസു, മുഹമ്മദ് സലീം എന്നീ PB അംഗങ്ങളിൽ നീലോൽപൽ ജൂനിയർ ആണെങ്കിലും ഉയർന്നുവരുന്ന നേതാവാണ്. എന്നാൽ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ ഒരു വനിതയ്ക്ക് ചുമതല നൽകാൻ ആലോചിച്ചാൽ പ്രായപരിധി പരിഗണിക്കാതെ വൃന്ദയ്ക്ക് നറുക്കുവീഴാം. പിന്നെയുള്ള വനിത സുഭാഷിണി അലിയാണ്. അവർക്ക് സാധ്യത കുറവാണ്. ത്രിപുര മുൻ മുഖ്യമന്ത്രി മാണിക് സർക്കാരും പ്രായപരിധി നോക്കാതെ പരിഗണിക്കപ്പെട്ടേക്കാം.